വീണ്ടും ജനനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാനൊരു കഥ പറഞ്ഞുതരാം. കഴുകന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവര് 70 വർഷത്തോളം കാലം ജീവിച്ചിരിക്കും. പക്ഷേ ഒരു 40 വർഷം വരെ മാത്രമേ അവർക്ക് നന്നായി അധ്വാനിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? 40 വർഷമൊക്കെ ആവുമ്പോഴത്തേക്കും ഇവരിലേക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് കയറി വരും. അതായത് ഇവരുടെ ചുണ്ടുകൾ ഭയങ്കരമായിട്ട് വളഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും. നഖങ്ങൾ നന്നായിട്ട് ശക്തി കുറഞ്ഞങ്ങ് മാറും. അതുകൊണ്ട് ഇവർക്ക് ഇരകളെ പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഭക്ഷണം കഴിക്കുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങൾ കിട്ടാതെയാവും. ചുണ്ടു വളഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഭക്ഷണം കൊത്തിപ്പെറുക്കാനൊന്നും പറ്റാതെയാവും. 2 ഓപ്ഷനുകളാണ് ഇവരുടെ മുന്നിൽ പിന്നുണ്ടാവുക. ഒന്നെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കാം, അല്ലെങ്കിൽ കഠിനമായ വേദന സഹിക്കുക. എന്താണ് കഠിനമായ വേദന കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയാമോ? ഇത് വേഗത്തിൽ കുറേ ഉയരത്തിലേക്ക് പറന്ന് ഒരു പാറക്കെട്ടൊക്കെയുള്ള സ്ഥലത്ത് പോയിട്ട് ഈ ചുണ്ട് പാറയിൽ ശക്തമായി കടിച്ചമർത്താനായിട്ട് ശ്രമിക്കും. അങ്ങനെ ശക്തമായി പാറയിൽ കടിച്ച് ആ ചുണ്ട് പിഴുതു കളയും. ഭയങ്കരമായ വേദനയായിരിക്കും ആ സമയത്ത് കഴുകന് സഹിക്കേണ്ടി വരിക. പക്ഷേ അതവൻ സഹിക്കും. അതിനുശേഷം നീണ്ട 4-5 മാസത്തെ വേദന നിറഞ്ഞ കാത്തിരിപ്പാണ് ഈ പറയുന്ന ചുണ്ടൊന്നുകൂടി കിളിർത്തു വരാൻ. അത് വീണ്ടും കിളിർത്തു വരുമ്പോഴേ ഭക്ഷണം ആവശ്യമായത് കൊത്തിപ്പെറുക്കാൻ അതിന് കഴിയും. വീണ്ടും ഒന്ന് കിളിർത്തു വന്നതിന് ശേഷം ഇതിന്റെ കയ്യിലെ ശക്തി കുറഞ്ഞ നഖങ്ങളും ഇത് ശക്തമായ വേദനയോടെ പിഴുതു കളയും. അതിനുശേഷം തന്റെ ഭാരം കൂടിയ തൂവലുകൾ, പഴയ തൂവലുകളും അത് കടിച്ചു പറിച്ചു കളയും. ഈ പ്രോസസ്സിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ തനിക്ക് ഇനിയും മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ എന്നുള്ളതാണ് സാരം. ആ വേദനയെല്ലാം അത് സഹിക്കും. മക്കളെ, നമുക്കും ചിലപ്പോൾ ഇതേപോലെ തന്നെയാണ്. ചില ഭാരങ്ങൾ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ചില ഇഷ്ടമില്ലാത്ത ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ട്, ചില ചീത്ത കൂട്ടുകെട്ടുകൾ, അതായത് നിങ്ങളെ പഠിക്കാൻ അനുവദിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തുന്ന കൂട്ടുകെട്ടുകൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ ചില തെറ്റായ ജീവിത ശൈലികൾ. ഇനിയും പഠിക്കാൻ നിങ്ങൾ തുനിഞ്ഞിറങ്ങുമ്പോൾ അതിനെ മാറ്റി നിർത്താനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്ത് വിനോദവും ആയിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, എന്ത് വിനോദവും ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങളെ പൊതിഞ്ഞിരിക്കുന്ന ചില ഭാരമാണ്. ഈ ഭാരം ഇറക്കി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ചിറകടിച്ച് പറക്കാൻ കഴിയൂ. ഇവയെല്ലാം ചിറകടിച്ച് പറന്നുയരാൻ, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് പറന്നുയരാൻ നിങ്ങൾക്ക് ബാധ്യതയായി മാറുന്ന ചില ഭാരങ്ങളാണ്. ആ ഭാരങ്ങളെ പൊട്ടിച്ചെറിയാൻ 2026 നിങ്ങൾക്ക് സാധിക്കണം. തീർച്ചയായും ഞാൻ പ്രത്യാശിക്കുകയാണ് നിങ്ങളും അത്തരത്തിലൊരു തീരുമാനമെടുക്കുമെന്ന്. ആ തീരുമാനം ഈ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.